ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 3-4 മാസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനൊന്നും ഒരു ഗ്യാപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റു, കുട്ടി നേരത്തെ എണീക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉമ്മർത്ത് വന്നിരുന്നിട്ട് ചിലപ്പോൾ ചായ കുടിക്കും, കുറച്ച് നേരം അവിടെ ഇരിക്കും. ഞാൻ എൻ്റെ ചെടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഉമ്മർത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഇതൊക്കെ അവിടെ നിർത്ത് മാറ്റി, വെള്ളപ്പൊക്കം വന്നപ്പോൾ അത്യാവശ്യം ഇതൊക്കെ വെള്ളത്തിലാണ് പറയുക. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കുറച്ച് ഉയരത്തിലെടുത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ചായ കുടിച്ചു കേട്ടോ. അപ്പോഴേക്കും ഉണ്ണീനെ ഉറങ്ങി. അപ്പോൾ ചേട്ടൻ ഉണ്ണീനെ അവിടെ ആക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടി വി ഒക്കെ കണ്ട് വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കർട്ടനൊക്കെ നേരെയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇനി അടുക്കളയ്ക്ക് പോകും. സാധാരണ എനിക്കിവിടെ പണികളൊന്നും ഉണ്ടാവാറില്ല, അല്ലാതെ അമ്മ ചെയ്ത് വെച്ചതിന് ശേഷമാണ് പോകാറ് കേട്ടോ. എന്നാലും കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ണി എണീക്കണേക്കാളും മുന്നേ എൻ്റെ മുടിയൊക്കെ കോന്തി വൃത്തിയാക്കി മടക്കി കെട്ടിവെക്കും, അല്ലെങ്കിൽ അവനത് പിടിച്ച് വലിക്കലാണ് അവൻ്റെ പണി. പിന്നെ അവനെ തൊട്ടിലിൽ നിന്ന് അപ്പോഴേക്കും അനക്കം കേട്ടപ്പോൾ ഞാൻ അവനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ തൊട്ടിലൊന്നും കിടത്താറില്ല. ചെക്കൻ വലിയ ചെക്കന് 7 മാസമായി ഇപ്പോൾ അവന്. ഇപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ടത് അന്നത്തെ വീഡിയോ ആയതുകൊണ്ടാണ്. പിന്നെ അത്യാവശ്യം വീണ്ടും എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചായയും ബിസ്ക്കറ്റൊക്കെ ആയിട്ടിരുന്നു, ചേട്ടനും കൊടുത്തു. പിന്നെ ഞങ്ങൾ സിനിമ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതും കൂടെ ബാക്കിയിരുന്ന് കണ്ടുകൂട്ടാം. എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കണം, കാരണം ഞാനിങ്ങനെ ഇടവിട്ട് ഫുഡ് കഴിക്കും. അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടൻ പോവാണ്. എല്ലാവരും പോയതിന് ശേഷമാണ് കേട്ടോ ചേട്ടൻ പോവാറ്. അങ്ങനെ ഞങ്ങൾ ചേട്ടനോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. ചേട്ടൻ അങ്ങോട്ട് നീങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ അകത്തേക്ക് വരാറുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും മോനും മാത്രമേ ഉണ്ടാവാറുള്ളൂ വീട്ടിൽ. അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ശരി കേട്ടോ, ബൈ ബൈ.